പ്രൈസ് ലോർഡ്. കഴിഞ്ഞ 48 വർഷം എൻ്റെ അന്തരാത്മാവിൽ കൂടെ കയറിയിറങ്ങുന്ന ഒരു മഹൽ ശബ്ദം ഓർക്കുന്തോറും വേദനിക്കുന്ന, കരയിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, ആരോടും വിവരിക്കുവാൻ കഴിയാതെ സ്വയം ഇരുന്ന മണിക്കൂറുകളോളം കണ്ണുനീർ വാർക്കുന്ന ഒരു ശബ്ദമുണ്ട്. സിലോൺ പെന്തക്കോസ്ത് മിഷൻ്റെ ചീഫ് പാസ്റ്ററായിരുന്ന പാസ്റ്റർ എ.സി. തോമസ് തൻ്റെ അവസാന യാത്ര അടയാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് താൻ വ്യക്തിപരമായി അയച്ച ഒരു കത്ത്, ആ കത്തിലെ ശബ്ദമാണ്. അത് ഞാനൊന്ന് വായിക്കുന്നു. കർത്താവിൽ പ്രിയ മകൻ കോശിക്ക്, ഞാൻ വളരെ ബലഹീനനാണ്. 6-ാം തീയതി ഞാൻ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വരും. നീ വണ്ടിയുമായി അവിടെ വരണം. ബെന്നിയോടും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നീ വരുവാൻ മറക്കരുത്. ഇതിനു മുൻപ് നിനക്ക് നാഗർകോവിലേക്ക് ഞാൻ മാറ്റം തന്നിരുന്നതായി ഓർക്കുന്നു. എന്നാൽ ഉടനെ അങ്ങോട്ട് പോകണ്ട. തിരുവനന്തപുരത്തും നാഗർകോവിലും സുവിശേഷ വേലക്കാരുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ കൊട്ടാരക്കരയ്ക്ക് പോകും. തോമാച്ചൻ എന്നോടൊപ്പം ഇല്ല. അവൻ വളരെ ക്ഷീണിതനാണ്. അല്പം വിശ്രമത്തിന് വേണ്ടി അവനോട് കൊട്ടാരക്കരയിൽ വന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുവരെ നീ എന്നെ സഹായിക്കണം. പഴയ ആരോഗ്യം എനിക്കില്ല. എല്ലാവർക്കും പ്രത്യേകാൽ കത്തെഴുതാൻ എനിക്ക് വയ്യ. വിവരം പാസ്റ്റർ ഡാനിയേൽ കുട്ടിയോടും പറയണം. കർത്താവ് വരാറായി. നിർത്തുന്നു. മുത്തത്തുടൻ കർത്താവിൽ അപ്പച്ചൻ എ.സി. തോമസ്. ദൈവത്തിന് മഹത്വം. ഈ ശബ്ദം എനിക്ക് കാണാപ്പാടം അറിയാം. 48 വർഷമായി എൻ്റെ ചെവിയിൽ മണിക്കൂറുകൾ ഇടവിട്ട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശബ്ദമാണ്. നമുക്കറിയാം, ഇപ്പോൾ സിലോൺ പെന്തക്കോസ്ത് മിഷൻ അല്ലെങ്കിൽ ദ പെന്തക്കോസ്ത് മിഷൻ്റെ സുവിശേഷ വേലക്കാരുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കൊട്ടാരക്കരയിൽ. ഇന്നേക്ക് 48 വർഷത്തിന് മുൻപ് നമ്മെ വിട്ട് കടന്നുപോയതായ പാസ്റ്റർ എ.സി. തോമസിനെ ഓർപ്പിക്കുന്ന ഒരു ദിവസം, ജൂൺ മാസം 21-ാം തീയതി തിരുവല്ല സെൻട്രൽ ഫെയ്ത്തുമ്പിൽ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ആ മനുഷ്യൻ, എന്തായിരുന്നു ആ മനുഷ്യനെന്ന് ചുരുങ്ങിയ ചില കാലം അദ്ദേഹവുമായി പരിചയപ്പെട്ട എൻ്റെ പരിചയത്തോടനുബന്ധിച്ച് എൻ്റെ അനുഭവം ചിലത് മാത്രം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും എന്നേക്കാൾ അറിവും പരിചയവും ധാരാളം അനുഭവങ്ങളുമുള്ളതായ അനേകർ ഇന്ന് ജീവനോട് കാണുമായിരിക്കാം. പലരും ഇന്ന് ജീവനോടില്ല. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്നതായ അവസാന സമയത്ത് തന്നെ ശുശ്രൂഷിച്ചതായ പാസ്റ്റർ എം.ജി. തോമസിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമ്മളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തന്നെ ശുശ്രൂഷിക്കുന്നവരെ ഹൃദയാംഗമായി സ്നേഹിച്ച ഒരു മനുഷ്യൻ, ഒരു കൊച്ചു കുഞ്ഞ് സംസാരിക്കുന്നത് പോലെ അവരോട് സംസാരിക്കുന്ന ഒരു പിതാവ്, സുവിശേഷ വേലക്കാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു വ്യക്തിത്വം, ഫെയ്ത്ത് ഹോമിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക കരുതലോടെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരു പക്ഷെങ്കിൽ സിലോൺ പെന്തക്കോസ്ത് മിഷൻ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ വേല ഇത്രത്തോളം നമ്മൾ ഈ കാണുന്ന രീതിയിലൊന്നും ആകുമായിരുന്നില്ല. ഇതിൻ്റെ ഭാവവും ഇതിൻ്റെ രൂപവും ഒക്കെ വ്യത്യാസമാകുമായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഓർക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, അദ്ദേഹവുമായി പങ്കിട്ടതായ ദിവസങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചൊന്ന് ധ്യാനിക്കുമ്പോൾ, ജീവിതത്തിൽ എന്ത് കിട്ടിയിരുന്നാലും, എന്ത് ലാഭം കിട്ടിയിരുന്നാലും തൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി തന്നെ വിട്ടൊരു വാക്കുപോലും പറയുവാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാണന് തുല്യം അദ്ദേഹത്തെ ഞാൻ സ്നേഹിച്ചു, അതുപോലെ അദ്ദേഹം എനിക്കും സ്നേഹം പങ്കിട്ടു. നോക്കൂ, താൻ എഴുതിയതായ കത്തിന് പ്രകാരം എയർപോർട്ടിൽ ഒരു വണ്ടിയുമായിട്ട് ചെല്ലുവാൻ തക്കതായ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എനിക്കില്ല. 1975 പുരുഷവാക്കത്ത് പാസ്റ്റർ കെ.വി. പോളിനോട് സംസാരിച്ചിട്ട് വളരെ രഹസ്യമായിട്ടാണ്, ആരും അറിയാതാണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. പാസ്റ്റർ സി ജോണിനോട് പോലും പറയരുത് എന്ന് പറഞ്ഞു.
അപ്പച്ചൻ അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു. ആരും അറിയാതെ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ആ ലൈസൻസ് എനിക്ക് പ്രാർത്ഥിച്ച് തന്നു. ഞാൻ തിരുവനന്തപുരത്ത് വന്ന ലൈസൻസുമായിട്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടി തരുവാൻ പക്ഷേ എൻ്റെ അനിയലിന് വളരെ ഭയമായിരുന്നു. കാരണം എനിക്ക് ഡ്രൈവിംഗ് നല്ലതുപോലെ അറിയില്ല. വണ്ടികൾക്ക് സൈഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നും വണ്ടി പാർക്ക് ചെയ്യുവാനും എനിക്കറിയില്ല. ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മദ്രാസിൽ ഒരു 10 ദിവസം വളയം ഒന്ന് പിടിച്ചാൽ മതി, ലൈസൻസ് കിട്ടും. അങ്ങനെ നമ്മുടെ ഒരു വിശ്വാസിയാണ് അന്ന് ഡ്രൈവിംഗ് മാസ്റ്റർ. പ്രത്യേകം പാസ്റ്റർ എ.സി. തോമസ് പറഞ്ഞത് ആയതുകൊണ്ട് 12 ദിവസം കൊണ്ട് എനിക്ക് ലൈസൻസ് എടുത്തു തന്നു. എന്നാൽ ഡ്രൈവിങ്ങിൽ അല്പം പോലും ജ്ഞാനം എനിക്കുണ്ടായിരുന്നില്ല. എന്നോടാണ് അപ്പച്ചൻ പറയുന്നത്, നീ വണ്ടിയുമായി എയർപോർട്ടിൽ വരണം. പക്ഷേ എൻ്റെ അനിയലിന് കേട്ടപ്പോൾ തന്നെ വളരെ പ്രയാസം തോന്നി. ഡ്രൈവിംഗ് അറിയാത്ത ഒരു വ്യക്തിയെ വാഹനവുമായിട്ട് എയർപോർട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അദ്ദേഹം ചോദ്യം ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് തന്നെ അതിശയം തോന്നി. എന്തായാലും അപ്പച്ചൻ പറഞ്ഞതില്ലേ, ഞാൻ എയർപോർട്ടിൽ ചെന്നു. അപ്പച്ചൻ വന്നു. ബെന്നിച്ചായനും കൊട്ടാരക്കരയിൽ നിന്ന് നല്ലൊരു വണ്ടിയുമായിട്ട്, ഒരു പച്ച കളറുള്ള, ഇളം പച്ച കളറിലുള്ള വാഹനവുമായിട്ട് അവിടെ വന്നിരുന്നു. അപ്പച്ചന് വേണ്ടി കയറുവാൻ നല്ല സീറ്റ് കവറൊക്കെ ഇട്ട് നല്ല തേച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയാണ് ബെന്നിച്ചായൻ വണ്ടിയുമായിട്ട് വന്നിരിക്കുന്നത്. അന്ന് തിരുവനന്തപുരത്തുള്ള വണ്ടി ബെല്ലുമില്ല, ബ്രേക്കുമില്ല, നല്ല ടയറില്ല, ഒരു ജാക്കിയില്ല, ഒന്നുമില്ല. ആവശ്യത്തിനുള്ള പെട്രോൾ പോലും അതിനകത്ത് സമയാനുസമയം ഒഴിക്കാനും ആ വണ്ടിക്ക് വേണ്ട മെയിൻ്റനൻസ് ചെയ്യാനും അവിടെ ഉത്തരവാദികൾ ആരുമില്ലാതെ കിടക്കുന്ന ഒരു അംബാസഡർ കാർ. ഇവിടെ പിടിച്ചാൽ വേറൊരിടത്തായിരിക്കും ചെന്ന് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു വാഹനവുമായിട്ട് ഞാനും എയർപോർട്ടിൽ ചെന്നു. എങ്ങനെയാണ് എയർപോർട്ടിൽ ചെന്നതെന്നും അവിടെ പാർക്ക് ചെയ്തതെന്നും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ദൈവമാണ് എന്നെ സൂക്ഷിച്ചതെന്ന് എനിക്കറിയാം. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന അപ്പച്ചൻ തീർച്ചയായിട്ടും ബെന്നിച്ചായൻ്റെ വണ്ടിയിൽ കയറണമേ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം എൻ്റെ വണ്ടിയിൽ വന്നാൽ എനിക്ക് പ്രയാസമാണ്. ഇങ്ങനെ വലിയൊരു മനുഷ്യനെയും കൊണ്ട്, ഒരു സഭയുടെ ചീഫ് പാസ്റ്ററെയും കൊണ്ട് എൻ്റെ വണ്ടിയിൽ അപ്പച്ചനെ കൊണ്ട് നടക്കുക, അത് എൻ്റെ മനസ്സിൽ കൂടെ അങ്ങ് ഭയങ്കര ഭയം. എന്താകുമെന്ന് എനിക്കറിയില്ല. പൊടുന്നനവേ അപ്പച്ചൻ എയർപോർട്ടിൽ നിന്ന് ബെന്നിച്ചായനോട് പറഞ്ഞു, പെട്ടിയെല്ലാം എടുത്തോളാൻ വണ്ടിയിൽ വയ്ക്കാൻ പറഞ്ഞു. ബെന്നിച്ചാൻ തീർച്ചയായിട്ടും ബെന്നിച്ചാൻ്റെ വണ്ടിയിൽ അപ്പച്ചൻ കയറുമെന്നുള്ളതായ ധാരണയായിരുന്നു. പക്ഷെങ്കിൽ എന്നോട് ചോദിച്ചു, നിൻ്റെ വണ്ടി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പച്ചൻ നടന്ന് പാർക്കിങ്ങിൽ വന്ന് എയർപോർട്ടിലെ ആ ഒരു റിസീവിംഗ് പോയിന്റിലേക്ക് വരാൻ എനിക്കത്ര കഴിവില്ല, അറിയില്ല. അപ്പച്ചൻ നടന്നു വന്ന് എൻ്റെ വണ്ടിയിൽ കയറി. ബെന്നിച്ചാനോട് പെട്ടിയുമായിട്ട് തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അപ്പച്ചൻ്റെ ആ ധൈര്യം, എനിക്കങ്ങ് പേടി, എന്നെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. അപ്പച്ചൻ എൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു, പ്രാർത്ഥിച്ചു. എന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു, സ്റ്റിയറിങ്ങിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. വണ്ടി വിടാൻ പറഞ്ഞു. വണ്ടി വിട്ടു. സുരക്ഷിതമായി നന്ദൻകോട് ഫെയ്ത്ത് ഹോമിൽ വന്നു. അപ്പച്ചൻ ഇറങ്ങി. അപ്പച്ചൻ അന്ന് എയർപോർട്ടിൽ വെച്ച് നടക്കാൻ ഒക്കത്തില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാനും ബെന്നിച്ചാനും കൂടെ ഇരുതോളിലും ഏറ്റിക്കൊണ്ടാണ് അപ്പച്ചനെ എൻ്റെ വണ്ടിയുടെ ഭാഗത്തേക്ക് നടന്നു വന്നത്. അപ്പച്ചനെ വയ്യാഞ്ഞിട്ടും എങ്ങനെ നടന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെങ്കിൽ ഫെയ്ത്ത് ഹോമിൽ, തിരുവനന്തപുരം എയർപോർട്ടിൽ ഫെയ്ത്ത് ഹോമിൽ വന്നപ്പോൾ ഇനി നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് താഴെയുള്ള വീട്ടിൽ നിന്ന്, അന്ന് തിരുവനന്തപുരം നന്ദൻകോട് ഫെയ്ത്ത് ഹോം ഹോള് മാത്രമേ ഉള്ളൂ, മുകളിൽ കുത്തനെയുള്ള ഏതാണ്ട് 16 സ്റ്റെപ്പുകളുള്ളതായ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വേണം, താഴോട്ട് ചെന്ന് വേണം വീട്ടിലോട്ട് കയറാൻ. ആ നന്ദൻകോട് ഫെയ്ത്ത് ഹോം അറിയാവുന്നവർക്ക് അറിയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബെന്നിച്ചായനും ഞാനും കൂടെ അപ്പച്ചനെ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി രണ്ടുപേരും കൂടെ കസേരയോട് അപ്പച്ചനെ പൊക്കി താഴേക്ക് കൊണ്ടുവന്നു. അപ്പച്ചന് പക്ഷെ എൻ്റെ അനിയൽ താമസിച്ചിരുന്നതായ റൂം ഒഴിവാക്കി അദ്ദേഹത്തിന് വേണ്ടി എല്ലാം തയ്യാറാക്കിയിട്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ അദ്ദേഹം അവിടെ കിടന്നില്ല. അതിനിങ്ങേപ്പുറത്ത് പാസ്റ്റർ ജി തോമസിൻ്റെ സഹോദരൻ, ഇളയ സഹോദരൻ പാസ്റ്റർ ചാക്കോച്ചൻ സുഖമില്ലാതെ കിടക്കുന്ന ഒരു ഹോള് പോലെ ഒരു സ്ഥലമുണ്ട്.
അതിൻ്റെ കോർണറിൽ ഒരു കർട്ടൻ വെച്ചിട്ട് അവിടെ കട്ടിലിടാൻ പറഞ്ഞു. അവിടെയാണ് അപ്പച്ചൻ വിശ്രമിച്ചത്. എൻ്റെ ഓർമ്മയിൽ അപ്പച്ചൻ ഒരിടത്തും ഒരു റൂമിൽ കിടന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. 1973 ഞാൻ അടയാറിൽ ചെല്ലുമ്പോൾ ഒരു ചീഫ് പാസ്റ്റർ മുറി എൻ്റെ പ്രതീക്ഷയിൽ വളരെ ഉന്നതമായ രീതിയിലൊക്കെ നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ള മുറിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അടയാറിൽ ചെല്ലുമ്പോൾ അവിടെ ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഹോള് വിട്ടിട്ട്, ഹോളിൻ്റെ ബിൽഡിങ് കഴിഞ്ഞിട്ട് താഴെ ഒറ്റ മുറിയുള്ളതായ ഒരു ഹോള് ഏതാണ്ട് ഒരു 20x40 കാണുമായിരിക്കാം. അതാണ് ചീഫ് പാസ്റ്ററുടെ വാസം. ഒരു വശത്ത് പാസ്റ്റർ സി ജോൺ, മുറികൾ വേർതിരിച്ചിട്ടില്ല, ഇടയ്ക്ക് അലമാരകൾ കൊണ്ട് വേർതിരിച്ചതായ മറുവശത്ത് ഇങ്ങേപ്പുറത്ത് പാസ്റ്റർ എ സി തോമസ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേവലം ഇത്രയ്ക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു അവസ്ഥയിൽ തൻ്റെ വാസം. രാത്രിയിലെല്ലാം മൈതാനത്ത് താൻ വിശ്രമിക്കുന്ന അനുഭവമാണ്. രാത്രിയിലെല്ലാം ഞങ്ങൾ ശുശ്രൂഷിക്കുകയും തനിക്ക് വേണ്ടതായ സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അന്ന് മേൽപ്പാടം ജോർജ് കുട്ടിയാണ് തന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് മാറ്റം കൊടുത്തിട്ട് വർഷപ്രകാശനെ, അന്ന് അദ്ദേഹം എൽഡറാണ്, തന്നെ ശുശ്രൂഷിക്കാൻ നിയമിക്കപ്പെട്ടിരുന്ന എന്നെ പാസ്റ്റർ എ സി തോമസിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിയമിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ മുതലാണ് അപ്പച്ചനെ എനിക്ക് കൂടുതൽ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അക്കാലത്താണ് വെളിപ്പാട് പുസ്തകം എന്ന ഒരു പുസ്തകത്തിൻ്റെ എഴുത്തുകൾ നടക്കുന്നത്. ധാരാളം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ അപ്പച്ചൻ തന്നെ ചോദിച്ചിട്ട് ABCD അറിയാൻ വയ്യാത്ത എന്നോടും പല അഭിപ്രായങ്ങൾ അപ്പച്ചൻ ചോദിച്ചു. ഇത് നീ എന്ത് പറയുന്നു? ഞാൻ ഒരിക്കൽ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഞാൻ വെളിപ്പാട് പുസ്തകം ഇതുവരെയും വായിച്ചിട്ടില്ല. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ പറയുന്ന വാക്യം നീ ഒന്ന് വായിച്ചു നോക്കുക, ആത്മാവിൽ നിനക്കൊരു കാര്യം വെളിപ്പെടും. അത് പറയാൻ ഞാൻ നിന്നോട് പറഞ്ഞത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചെറിയ സഹായികളിലും ചെറിയ വേലക്കാരിലും ആത്മനിയോഗങ്ങളും നടത്തിപ്പുകളും കാണുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ പോലെ വേറെ ആരും ഇല്ല. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുവാൻ തക്ക ഒരു വ്യക്തിത്വം സിലോൺ പെന്തക്കോസ്തിൻ്റെ ചരിത്രത്തിൽ ഇല്ല, ഇനി ഉണ്ടാവുകയുമില്ല. താൻ ഒരു ചീഫ് പാസ്റ്റർ ആണെന്നുള്ള ആ ഗാംഭീര്യത്വമൊന്നും തനിക്കില്ല. ചെറിയ വേലക്കാരോട് പോലും കുഞ്ഞുങ്ങളെപ്പോലെ ഇടപെടുന്നവർ, ഒരു പിതാവിൻ്റെ ഹൃദയമുള്ളവർ. ചില അനുഭവങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതായ ഒരു സംഭവം, അപ്പച്ചനെ ശുശ്രൂഷിക്കുന്ന കാലത്ത് ഒരിക്കൽ നെല്ലൂർ കൺവെൻഷന് വേണ്ടി പോയി. അവിടെ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങുമ്പോൾ വഴിയിൽ ഗ്രൈൻഡറുകൾ ഇങ്ങനെ ഇറക്കി വെച്ച് വിൽക്കുന്നു. അന്ന് നമുക്ക് അടയാർ ഫെയ്ത്ത് ഹോമിൽ ഒരു ഗ്രൈൻഡർ ഇല്ല, അരയ്ക്കുകയാണ്, ആട്ടുകല്ലിൽ അരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഉരളിൽ കുത്തുകയാണ്. ഒരു മിക്സി പോലും ഫെയ്ത്ത് ഹോമില്ല. അടയാർ ഫെയ്ത്ത് ഹോമിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു മിക്സി പോലുമില്ല. വഴിയിൽ വണ്ടി നിർത്തിയിട്ട്, അന്നത്തെ കാലത്ത് എന്ത് വിലയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, നിസ്സാരമായി ഇന്നത്തെ വില നോക്കുകയാണെങ്കിൽ നിസ്സാരമായ ഒരു വിലയ്ക്ക് ഒരു ഗ്രൈൻഡർ വാങ്ങി വണ്ടിയുടെ പുറകിൽ വെച്ചിട്ട് അപ്പച്ചൻ കൊണ്ടുവന്നു. അത് അടയാർ ഫെയ്ത്ത് ഹോമിൻ്റെ വാതിക്കൽ ഇറങ്ങി. അന്ന് ജിമിയക്കയാണ് അവിടുത്തെ സെൻട്രൽ മദർ. പാസ്റ്റർ സി ജോണിനെയും വരുത്തി ജിമിയക്കായും എൽഡർ അവിടെ ഉണ്ടായിരുന്നതായ മറ്റ് സഹോദരന്മാരും എൽഡേഴ്സും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ആ ഗ്രൈൻഡർ പ്രതിഷ്ഠിക്കുന്ന ഒരു പ്രാർത്ഥന. അന്നത്തെ കാലത്ത് ഞാൻ പല ഹോട്ടലുകളിൽ ഗ്രൈൻഡർ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. സാധാരണ കുറഞ്ഞ ഒരു ഹോട്ടലിൽ പോലും ഒരു ഗ്രൈൻഡർ ഉള്ളപ്പോൾ അടയാർ ഫെയ്ത്ത് ഹോമിൽ ഒരു ഗ്രൈൻഡർ ഇല്ല എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനുശേഷം അപ്പച്ചൻ്റെ വേറൊരു മനസ്സ്, ഒരിക്കൽ താൻ സെക്കന്ദരാബാദിന് പോയിട്ട് തിരികെ വരുമ്പോൾ വഴിയിൽ ധാരാളം വാട്ടർ മെലോൺ കൂട്ടിയിട്ട് വിൽക്കുന്നു. അപ്പച്ചൻ വണ്ടി നിർത്തി ആ വാട്ടർ മെലോണിൽ ഒരു നല്ല ഡിക്കിക്കകത്ത് ധാരാളം വാട്ടർ മെലോൺ വാങ്ങിച്ചു. അപ്പച്ചനോട് ഞാൻ ചോദിച്ചു, അപ്പച്ച ഇതെല്ലാം എന്ത് ചെയ്യാനാ? അയ്യോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കാൻ.
അപ്പോൾ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 70 സുവിശേഷ വേലക്കാരുണ്ട് അവിടെ അന്നത്തെ ആ ബാച്ചിൽ. ഈ 70 സുവിശേഷ വേലക്കാർക്ക് കുടിക്കാൻ വേണ്ടി വലിയൊരു ചരുവത്തിൽ പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഐസും ഒക്കെ ചേർത്ത് തല്ലിപ്പൊട്ടിച്ചിട്ട് അപ്പച്ചൻ അതിൻ്റെ അടുത്ത് വന്നിരുന്ന് ആ വാട്ടർ മെലോൺ എല്ലാം അത് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനകത്ത് ഇളക്കി അപ്പച്ചൻ പ്രാർത്ഥിച്ച് ഓരോരുത്തർക്ക് വിളമ്പി കൊടുത്തു. അപ്പോൾ വാട്ടർ മെലോൺ ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ വാട്ടർ മെലോൺ കഴിക്കുന്നത്. ദൈവത്തിന് ഞാൻ കാണുന്നത് പോലും വാട്ടർ മെലോൺ, കേരളത്തിലന്ന് വാട്ടർ മെലോൺ അത് സാധാരണമല്ല, ചിലയിടങ്ങളിലൊക്കെ ഉണ്ടായിരിക്കാം. ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ചുമന്ന ആ ജ്യൂസ് കുടിക്കുകയുണ്ടായി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവ്, ഒരു ചീഫ് പാസ്റ്റർ കാണിക്കുന്ന ഓരോരോ വേലയാണ്. അപ്പച്ചൻ വിദേശങ്ങളിലൊക്കെ പോയിട്ട് വന്നാൽ പല സുവനീഴ്സും കൊണ്ടുവരും. തന്നെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി, തനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയെല്ലാം തന്നെക്കുറിച്ചുള്ള ഓർമ്മ പകരുവാൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും. ഒരിക്കൽ അദ്ദേഹം എനിക്ക് ദാനമായിട്ട് തന്നത് ഒരു ഗിത്താറാണ്. പാട്ടിന് വേണ്ടി കൂടുതൽ ശ്രമിക്കണം, നീ പാട്ടിന് വരമുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഗിത്താർ അപ്പച്ചൻ മദ്രാസിൽ വെച്ച് എനിക്ക് ദാനമായി തന്നു. അപ്പച്ചൻ അത് സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഗിത്താറാണ്. ബ്രദർ ജോബിൻ്റെ കയ്യിൽ നിന്ന് ആ ഗിത്താർ വാങ്ങി എനിക്ക് തന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്കെന്ത് തന്നു എന്നുള്ളതിനെ ഊന്നി പറയുകയല്ല, പക്ഷെങ്കിൽ ഇങ്ങനെയും ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉള്ളതായ ചില കാര്യങ്ങൾ കൂടെ ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. തിരുവനന്തപുരത്ത് ഫെയ്ത്ത് ഹോമിൽ വന്നതിന് ശേഷം അന്ന് തന്നെ അല്പം വിശ്രമിച്ചതിന് ശേഷം ഉച്ചതിരിഞ്ഞ് അപ്പച്ചൻ എന്നോട് പറഞ്ഞു, നമുക്ക് വെളിയിലോട്ട് പോകണം, വണ്ടി ഒന്ന് ശരിയാക്കാൻ പറഞ്ഞു. വീണ്ടും എനിക്ക് മനപ്രയാസം വർദ്ധിച്ചു. അപ്പച്ചനെയും കൊണ്ട് വാഹനത്തിൽ പോകുക. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, ഇവിടെ വണ്ടി ഓടിക്കുന്ന രാജൻ എന്ന് പറയുന്ന ഒരു ബ്രദറുണ്ട്. ആ രാജൻ ബ്രദറാണ് പക്ഷേ ഇസ്രായേലിനോടൊപ്പം ആക്സിഡൻറ്റിൽ ചെങ്കൽപ്പേട്ടയിൽ വെച്ച് മരിച്ചത്. അന്ന് ആ രാജനാണ് പക്ഷേ ഇസ്രായേലിൻ്റെ വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹം, ആ രാജൻ അന്ന് തിരുവനന്തപുരത്ത് വണ്ടി ഓടിക്കുമായിരുന്നു. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, രാജൻ ബ്രദർ അവൻ ഓടിക്കുമല്ലോ. അന്ന് എൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നു, ആ ചെറുക്കൻ ഓടിക്കുമല്ലോ എന്ന് ഞാൻ അബദ്ധവശാൽ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ അറിവില്ലായ്മയിൽ പറഞ്ഞ ഒരു വാക്കാണ്, അഹങ്കാരത്തിൽ. അപ്പച്ചൻ എന്നെ ശാസിച്ചു, അങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കരുത്, ചെറുക്കനെന്ന് ഉപയോഗിക്കരുത്, അവനെ ബ്രദറായിട്ട് കാണും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പിതാവിൻ്റെ ഹൃദയത്തെ എടുത്തു പറയുന്നതിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അതിനുശേഷം അപ്പച്ചൻ, ഞാൻ ഒരുങ്ങി വന്നു, വീണ്ടും രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വന്ന്, അന്ന് തിരുവനന്തപുരം അസിസ്റ്റൻ്റായിട്ടിരിക്കുന്നത് ജോർജ് മാമനാണ്, കുമ്മനാട് തങ്കച്ചായനും ഞാനും കൂടെ കൂടി ആ കസേരയിൽ അപ്പച്ചനെ ഇരുത്തി മുകളിലോട്ട് ആ കസേരയോട് ഉയർത്തി ആ സ്റ്റെപ്പ് കയറി വണ്ടിയുടെ അടുത്ത് കൊണ്ടുപോയി. അപ്പച്ചനെ വണ്ടിയിൽ കയറ്റി ഇരുത്തി. എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്നോട് അപ്പച്ചൻ പറഞ്ഞത് ഹോളി ഏഞ്ചൽ സ്കൂളിൽ പോകണം, കോൺവെൻറ്റ് സ്കൂളാണ്. അതെനിക്കറിയില്ല. എന്നോട് പറഞ്ഞു, നീ വണ്ടി വിട്. അപ്പച്ചൻ്റെ ആ ധൈര്യം. വണ്ടി അന്ന് നന്ദൻകോട് ഫെയ്ത്ത് ഹോമിൽ റിവേഴ്സ് എടുത്ത് ഇടുങ്ങിയ ഒരു ഗേറ്റിൽ കൂടെ വേണം പുറമോട്ട് ഇറക്കാൻ. അത് സാധാരണക്കാരെ കൊണ്ട് പറ്റത്തില്ല. വളരെ എക്സ്പെർട്ടായ ഒരു ഡ്രൈവറെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പച്ചൻ വണ്ടിയിൽ കയറി ഇരിക്കുക. ഞാൻ അങ്ങ് വേർത്ത് കുളിച്ചു. ഇതെങ്ങനെ അപ്പച്ചനെ റിവേഴ്സിലെടുക്കണം? സകലം തെറ്റിപ്പോയെങ്കിൽ പടുക്കുഴിയിലോട്ട് വണ്ടിയും അപ്പച്ചനുമായിട്ട് വീഴും ഞാൻ. ഇല്ല, വേറൊരു വശത്തോട്ട് ശകലം തിരിഞ്ഞു പോയെങ്കിൽ പുറകിലുള്ള തൂണയിൽ ചെന്ന് വണ്ടി ഇടിക്കും. എനിക്കാകെപ്പാടെ അങ്ങ് മനപ്രയാസം, ശരീരം അങ്ങ് വേർത്തു. ഞാൻ മയങ്ങി വീഴുന്ന പോലെ തോന്നിപ്പോയി. അപ്പച്ചൻ ഒരു ക്ഷീണവും കൂടെ, ഒരു അധൈര്യം കൂടാതെ ധൈര്യസമേതം പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പച്ചന് വണ്ടിയിലിരിക്കുക. വണ്ടിയെടുക്കാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വണ്ടിയെടുത്തു. ഒരു എക്സ്പെർട്ട് ആയ ഒരു സഹോദരൻ, അന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സ്പെർട്ട് സഹോദരൻ എന്ന് പറഞ്ഞാൽ ബ്രദർ, അവിടുത്തെ വിശ്വാസിയായിരുന്ന ISROയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ബ്രദർ തരകൻ. അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ആണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. അദ്ദേഹം വണ്ടി എടുക്കുന്നത് പോലെ തന്നെ ആ വാഹനം തിരിഞ്ഞു വന്നു. ഞാൻ തിരിച്ചത് കൊണ്ടല്ല, കർത്താവ് അപ്പച്ചന് വേണ്ടി ആ വാഹനത്തെ തിരിച്ചൊരു ദൂതൻ എടുത്ത് തിരിക്കുന്നത് പോലെ തിരിച്ച ഒരനുഭവം.
ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ ഹോളി ഏഞ്ചൽസ് സ്കൂൾ തേടിപ്പോയി. അവിടെ ചെന്ന് ഗേറ്റിൽ തുറന്ന് വാച്ച്മാൻ കയറ്റി വിടത്തില്ല. അപ്പച്ചനെ കണ്ടു. അപ്പച്ചൻ്റെ ഒരു ചിരി കണ്ട ഉടനെ തന്നെ ആ വാച്ച്മാൻ അടുത്ത് വന്നു. എന്താണ് എന്ന് ചോദിച്ചു. അപ്പച്ചൻ്റെ സൗമ്യതയോടുകൂടിയുള്ള വാക്ക് അകത്തേക്ക് കയറ്റി വിടുവാൻ ആ വാച്ച്മാനിൽ എന്തോ ഒരു സമ്മർദ്ദം ചെലുത്തി. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്നു. കോൺവെൻറ്റിൻ്റെ റിസപ്ഷൻ്റെ വാതിക്കൽ വണ്ടി കൊണ്ട് നിർത്തി. എന്നിട്ട് അവിടെ ഒരു സിസ്റ്റേഴ്സ് ഇറങ്ങി വന്ന്, അവിടുന്ന് 1-2 സിസ്റ്റേഴ്സ് ഇറങ്ങി വന്ന്, എന്താണ്, ആരെയാണ് അന്വേഷിക്കുന്നത്, എന്ത് വേണം? അപ്പച്ചൻ്റെ ആ ഡ്രസ്സും ആ മുഖത്തെ ശോഭയും ആ ചിരിയും എല്ലാം കണ്ടപ്പോൾ അവർക്ക് തന്നെ ഒരു ഭവ്യത, അപ്പച്ചൻ്റെ മുന്നിൽ ഒരു ഭയങ്കരമായ ഒരു വിനയത്തോടു കൂടി ആ സഹോദരിമാർ ഇടപെട്ടു. അന്ന് നൻസായിട്ടുള്ള സഹോദരിമാർ വന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ ബന്ധുക്കളായിട്ടുള്ള 2 കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. മാതാപിതാക്കൾ ജർമ്മനിയിലാണ്. അവർ കുഞ്ഞുങ്ങളെ ഇവിടെ പഠിക്കാൻ വിട്ടിരിക്കുകയാണ്. അവരെ ഒന്ന് കാണണം. അന്നത്തെ കാലത്ത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തപ്പെട്ട ഗാർഡിയൻസിൻ്റെ അനുവാദമില്ലാതെ ഒരു തേർഡ് പാർട്ടി വന്നാൽ അവരെ കാണിക്കാൻ യാതൊരു നിയമവുമില്ല. കർശനമാണ്, അവിടെ കാണിക്കുകയില്ല. ആ സഹോദരിമാർ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവരും വലഞ്ഞു. നിയമത്തിന് വിരോധമാണ്. അവരുടെ സുപ്പീരിയേഴ്സ് ഈ വാർത്ത അറിഞ്ഞാൽ അവരെ അന്ന് അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. അവരുടെ നിസ്സഹായത്തെക്കുറിച്ച് അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുകയില്ല. ഉടനെ തന്നെ ആ സഹോദരിമാർ ഒരു ദൈവികം എന്ന മോള് ആ 2 കൊച്ചു കുഞ്ഞുങ്ങളെ തേടി വിളിച്ച്, ആ കുഞ്ഞുങ്ങൾക്ക് അപ്പച്ചനെ അറിയില്ല. അവരോട് അപ്പച്ചൻ കണ്ടു. അവരുടെ അടുത്ത ബന്ധുക്കളാണെന്നാണ് എൻ്റെ വിചാരം. എനിക്കറിയത്തില്ല അപ്പച്ചനുമായിട്ടുള്ള റിലേഷൻ എന്താണ്. അവരൊക്കെ ഇപ്പോൾ വലിയ കുട്ടികളായി കാണും. തീർച്ചയായിട്ടും 10-60 വയസ്സുള്ള കുട്ടികളായി കാണുമായിരിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ കുട്ടികൾക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ കുട്ടികൾ വിനയത്തോടെ, ഒരു കരച്ചിൽ, കണ്ണുനീരോടെ അപ്പച്ചൻ്റെ പ്രാർത്ഥനയെ സ്വീകരിച്ചു. അപ്പച്ചൻ ഒരു പൊതി അവർക്ക് വേണ്ടി കൊണ്ടുവന്നു. ഉടനെ ആ സിസ്റ്റേഴ്സ് വന്ന് ആ പൊതി വാങ്ങിച്ച് എന്താണെന്ന് അവരെ കാണിക്കണം. അപ്പച്ചൻ ആ സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ആ പൊതി കൊടുത്തു. അവർ തുറന്നു നോക്കി. എന്നിട്ട് അത് പ്രാർത്ഥിച്ചിട്ട് അപ്പച്ചൻ അവരുടെ കയ്യിൽ കൊടുത്തു. ചോക്ലേറ്റാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നും അവരോട് താങ്ക്സ് പറഞ്ഞിട്ട് ഞാൻ അപ്പച്ചനുമായിട്ട് ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് വെളിയിലിറങ്ങി ഒരു മരത്തണലിലേക്ക് വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, അല്പം വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്താൻ പറഞ്ഞു. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, വിശാലമായ സെക്രട്ടേറിയറ്റിനടുത്തുള്ളതായ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ വണ്ടി നിർത്തി. വണ്ടി ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഓഫ് ചെയ്തിട്ട് അനേകം കാര്യങ്ങൾ അപ്പച്ചൻ, സങ്കടങ്ങളും വേദനകളും അനേകം കാര്യങ്ങൾ അപ്പച്ചൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടോ സംസാരിക്കാതെ ഇങ്ങനെ വണ്ടിയിലിരിക്കുകയാണ്. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, എന്താ അപ്പച്ച? ഇല്ല, ഞാൻ അല്പനേരം ഒന്ന് ധ്യാനിക്കുകയായിരുന്നു. എൻ്റെ യാത്ര തീരാറായി. ഇനിയും എനിക്കധികം യാത്രയില്ല. അപ്പച്ചൻ പറയുകയാണ്, എനിക്കിനിയും അധികം നാൾ യാത്ര ചെയ്യേണ്ടതായി വരില്ല. നാളെ നാഗർകോവിലേക്ക് പോകണം. നീ ഒരുക്കമാണോ? നിനക്ക് ഓടിക്കാമോ? ഞാൻ പറഞ്ഞു, അപ്പച്ചൻ കൂടുണ്ടെങ്കിൽ വണ്ടി ദൂതന്മാർ ഓടിക്കുന്നത് പോലാണ് എനിക്ക് തോന്നുന്നത്. ഞാനല്ല ഓടിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. അപ്പച്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യേസ്, അതാണ് ദൈവം ചെയ്യുന്ന മഹാപ്രവൃത്തി. പിറ്റേ ദിവസം അപ്പച്ചനുമായിട്ട് ഞങ്ങൾ നാഗർകോവിൽ സുവിശേഷ വേലക്കാരുടെ മീറ്റിങ്ങിന് വേണ്ടി പോയി. AC കുഞ്ഞോളമാമയും ഞങ്ങളോടൊപ്പമുണ്ട്. മദ്രാസിൽ നിന്ന് 2 സഹോദരിമാർ അന്ന് തന്നെ അവിടെ എത്തിയിരുന്നു. അവരും കൂടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി നാഗർകോവിലേക്ക് പോയി. എന്നെ കൂടുതൽ വേദനിപ്പിച്ചതായ ഒരു വിഷയം, വഴിയിൽ വെച്ച് നാഗർകോവിലേക്കുള്ള യാത്ര മധ്യേ, സന്ധ്യയ്ക്ക് ആണ് യാത്ര, രാത്രിയിലാണ് അപ്പച്ചൻ യാത്ര ചെയ്യുന്നത് കൂടുതലും. ആ രാത്രിയിൽ ഇടയ്ക്ക് വെച്ചൊരു നായ് വണ്ടിയുടെ കുറുക്ക് ചാടി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അപ്പച്ചൻ ഒരു പട്ടി കുറുക്ക് ചാടി, അത് ചത്തുപോയെന്ന് തോന്നുന്നു. എന്നോട് അപ്പച്ചൻ വഴക്ക് പറഞ്ഞു, പട്ടി എന്ന് പറയരുത്, നായെന്ന് വേണം പറയാൻ. നീ വാക്കുകളിൽ നീ ഒരുപാട് തെറ്റുന്നു. എന്തെല്ലാം വാക്കുകൾ നിനക്ക് ഞാൻ പറഞ്ഞു തരുന്ന അപ്പച്ചൻ എന്നെ വഴക്ക് പറഞ്ഞു. പട്ടിയെന്നല്ല, ഒരു ദൈവമക്കൾ പട്ടിയെന്ന് പോലുള്ള വാക്ക് ഉപയോഗിക്കരുത്. നായെന്ന് വേണം ഉപയോഗിക്കാൻ. ആ നായെന്നുള്ളതായ വാക്കുകൾ ഉപയോഗിക്കാൻ ഒരിക്കൽ പാസ്റ്റർ PM തോമസ് ബഹ്റിനിൽ തനിക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്തും എന്നെ ഓർപ്പിക്കും. എനിക്ക് അന്നേരവും അബദ്ധം പറ്റി. ദൈവത്തിന് മഹത്വമുണ്ട്. നമ്മൾ സാധാരണ പെട്ടെന്ന് പട്ടി എന്ന് പറഞ്ഞു പോകും നമ്മുടെ നാടൻ ഭാഷയിൽ. എന്നാൽ ഒരു വിശുദ്ധൻ്റെ ഭാഷയിൽ പട്ടി എന്നൊരു വാക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നായ് എന്ന് ഉപയോഗിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, നാഗർകോവിലിലെ മീറ്റിംഗ് അത്ഭുതകരമായി നടത്തി അപ്പച്ചൻ തിരുവനന്തപുരത്തേക്ക് കടന്നു വന്നു. അതിനുശേഷം വളരെയധികം കാര്യങ്ങൾ രാത്രിയിൽ ഉറക്കമില്ലാതെ അപ്പച്ചൻ രാത്രിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. എന്തൊക്കെയോ അപ്പച്ചന് ചെയ്തു തീർക്കുവാൻ ഉള്ളതായ അനേക വേലകൾ പെട്ടെന്ന് ഫയലുകൾ എടുക്കുന്നത് പോലെ ദ്രുതഗതിയിൽ അപ്പച്ചൻ ഓടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്, അധികം സമയമില്ല. എന്നോട് പറയാണ്, നിനക്കറിയില്ലേ, സമയമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, സമയമില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് എന്നെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പച്ചൻ്റെ വാക്കുകൾ കടന്നു പോകുവാനുള്ള വാക്കുകളായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ബാംഗ്ലൂരിൽ വെച്ച് താൻ ഒരിക്കൽ വിശ്രമത്തിനായി ഞാൻ ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ അപ്പച്ചൻ അവിടെ വന്നു. അവിടെയും അപ്പച്ചൻ്റെ കിടക്കുന്ന റൂമിൽ വലിയ ചൂട് സമയം 1974. ഞാനപ്പോൾ ബാംഗ്ലൂരിലുണ്ട്. അപ്പച്ചൻ എന്നെ ബാംഗ്ലൂരിൽ അയച്ചു. എനിക്ക് ശേഷമാണ് MT തോമസ് അപ്പച്ചനെ ശുശ്രൂഷിക്കുവാൻ 73 ലാസ്റ്റിൽ MT തോമസ് പാരമേൽ ഉത്തരവാദിത്വം എടുക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ഉത്തരവാദിത്വം കൊടുത്തിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ബാംഗ്ലൂരിൽ അപ്പച്ചൻ കുറച്ച് നാൾ എൻ്റെ കൂടെ നിൽക്കുവാൻ വേണ്ടി തോമസിനോട് വരണ്ട, കോശി അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പച്ചൻ വന്നപ്പോൾ മുതൽ ശരീരത്തെല്ലാം ചൂട് പൊങ്ങുക. അവിടെയും അപ്പച്ചൻ ഒരു റൂമിൽ കിടക്കത്തില്ല. അപ്പച്ചനെ നിർബന്ധിച്ച് ഞാൻ പാസ്റ്റർ KC വർഗീസിൻ്റെ റൂമിൽ കിടത്തിയിട്ട് അല്പം തണുപ്പ് കൊടുക്കുവാൻ വേണ്ടി മോളിൽ പോയി ഞാൻ ചാക്ക് കൊണ്ടുവന്ന്, അന്ന് ബ്രദർ അൽസൂറിൽ നമുക്ക് ജോൺ ബ്രദർ എന്ന് പറയുന്ന ഒരു കാർപ്പൻട്രി വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു ജോൺ ബ്രദറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അറപ്പ് പൊടിയും ശിന്തേരിൻ്റെ പൊടികളും എല്ലാം ചാക്കിനകത്ത് നിറച്ചും കൊണ്ട് വന്നിട്ട് അപ്പച്ചൻ കിടന്ന റൂമിൻ്റെ മേളിൽ ഇതെല്ലാം നിറച്ചിട്ട് ഞാനത് വെള്ളം കോരിക്കൊണ്ട് വന്ന് അതെല്ലാം നനച്ചു, ചാക്കിട്ട് മൂടി. കാരണം അപ്പച്ചന് തണുപ്പ്, അന്ന് എയർ കണ്ടീഷൻ ഇല്ല, ഫാനുണ്ട്. ആ ഫാൻ വളരെ ശബ്ദത്തോടു കൂടി വലിയൊരു പഴയ ബിൽഡിങ്ങിലെ ഫാനല്ലേ, വലിയ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഫാൻ മാത്രമാണ്. അപ്പച്ചൻ പലപ്പോഴും അതിൻ്റെ ശബ്ദഹേതുവായി വേണ്ട എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആ ചെറിയ പ്രയത്നം കണ്ട് അപ്പച്ചൻ കണ്ണുനീരൊഴുക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പാടുപെടണ്ട, അന്തരീക്ഷത്തെ ശാന്തമാക്കി തരാൻ ദൈവത്തിന് കഴിയും, എന്നെ ഹോളിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഹോളിലാണെങ്കിൽ ആസ്പെറ്റോസ് ഇട്ടിരിക്കുന്ന ഹോളാണ്. അപ്പച്ചൻ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ മൂലയ്ക്ക് ഒരു കർട്ടൻ ഇട്ടുകൊണ്ട്, അപ്പച്ചൻ്റെ കിടപ്പിൻ്റെ ശൈലി അങ്ങനെയാണ്. ഒരു റൂമിലൊന്നും അപ്പച്ചൻ സാധാരണ എവിടെ പോയിരുന്നാലും കിടക്കത്തില്ല. ഒന്നുകിൽ മൈതാനത്ത് അല്ലെങ്കിൽ ഹോളിൽ ഒരു കർട്ടൻ്റെ ചുറ്റളവിൽ. രഹസ്യങ്ങളൊന്നുമില്ല അപ്പച്ചൻ. ദൈവത്തിന് സ്തോത്രം. ഒരു ടെലിഫോൺ ആക്സസ് തനിക്ക് സൗകര്യമായിട്ട് എവിടെയെങ്കിലും വേണം. അതാണ് എപ്പോഴും തനിക്ക് ട്രങ്ക് കോൾ വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതല്ലാതെ അപ്പച്ചന് നിർബന്ധങ്ങളൊന്നുമില്ല. അവിടെയും രാത്രി മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായ അനുഭവം. ഓരോ വ്യക്തികൾക്കും അന്ന് എനിക്ക് ഉണ്ടായതായ വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്താണ് 1974 ബോംബെയിൽ മുള്ളണ്ട് ഫെയ്ത്ത് ഹോമിൽ ശുശ്രൂഷയിലായിരുന്ന പാസ്റ്റർ വർഗീസ്, ബ്രദർ എൽഡർ വർഗീസ്, തലപടി വർഗീസ് എന്ന് പറയും. അദ്ദേഹത്തെ ഒരു വിശ്വാസിയുടെ കയ്യാൽ കൊല ചെയ്യപ്പെട്ടതായ ആ ദിവസം അപ്പച്ചൻ രാത്രി മുഴുവനും ഉറങ്ങാതിരുന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എന്നോട് പറഞ്ഞു, ഐ എം ഗോയിങ് ടു സെൻഡ് യു ടു മുള്ളൺ ഫെയ്ത്ത് ഹോം. അപ്പോൾ അപ്പച്ചൻ്റെ ഈ ദ്രുതഗതിയിലുള്ളതായ ഈ തീരുമാനം എന്നെ പലപ്പോഴും അങ്ങ് വലിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിൽ അപ്പച്ചന് ചില സാധ്യതകൾ കണ്ടു. അപ്പോൾ ചില നിർദ്ദേശങ്ങൾ തരുവാനും ചില ഉപദേശങ്ങൾ തരുവാനും ചെറിയ വേലക്കാരെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചില മാതൃകകൾ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ സുവിശേഷ വേലക്കാരുടെ മീറ്റിംഗ് നടക്കുന്ന സമയമാണ്. കൊട്ടാരക്കര നടന്നുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് വീക്ക് ഈ സൺഡേയിൽ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ തിരുവല്ലയിൽ വേലക്കാരുടെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ജൂൺ മാസം 21-ാം തീയതി. ഇറ്റ് ഈസ് കമ്മിങ് വെരി നിയർ, ബ്രേക്കിംഗ് ഡേ. ഞാൻ ജൂൺ മാസം 21-ന്റെ തീയതി ആ ദിവസത്തെക്കുറിച്ച് അതിൻ്റെ വിശേഷത എന്താണെന്ന് ഞാൻ ഒന്ന് തിരഞ്ഞപ്പോൾ അതിന് പല വിശേഷതകളുണ്ട്. അതിന് ഗൂഗിൾ പറയുന്നത് എ ഡേ ഓഫ് സോൾസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ഭൂഖണ്ഡത്തിൻ്റെ ഏതാണ്ട് 70% ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളാണ് നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്.
ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ, കാനഡ, ചൈന, എസ്റ്റോണിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ഗ്രീൻലാൻഡ്, ഗ്രേറ്റ് ബ്രിട്ടൻ, ഗ്രീൻലാൻഡ്, ഹംഗറി, ഇന്ത്യ, ജപ്പാൻ, ലാത്വിയ, ലിത്വാനിയ, മെക്സിക്കോ, നെതർലാൻഡ്, പോളണ്ട്, റൊമാനിയ, നോർവേ, റഷ്യ, സ്പെയിൻ, സ്വീഡൻ എന്നീ രാജ്യങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്നതായ രാജ്യങ്ങളെ അതിന് നോർത്തേൺ ഹെംസ്ഫെയർ എന്ന് പറയും. ഈ നോർത്തേൺ ഹെംസ്ഫെയറിൽ ഏറ്റവും ദൈർഘ്യമുള്ള ദിവസം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് ജൂൺ മാസം 1976 ജൂൺ മാസം 21-ാം തീയതിയാണ്. അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ 1976 ജൂൺ മാസം 21 പോലെ ദൈർഘ്യമുള്ള ഒരു ദിവസവും അതിൻ്റെ അടുത്ത ദിവസം മുതൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം സമ്മർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ ചൂടേറിയ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു. ഒരു കാലാവസ്ഥയിൽ നിന്നും വേറൊരു കാലാവസ്ഥയിലേക്കുള്ളതായ ചേഞ്ചിങ് ഡേ. അക്ഷരാർത്ഥത്തിൽ സിലോൺ പെന്തക്കോസ്ത് മിഷനിലും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ചേഞ്ചിങ് ഡേ ജൂൺ 21. അത് തിരുവല്ലയിൽ ആരംഭിക്കുമ്പോൾ എൻ്റെ ഹൃദയം പിടയ്ക്കുകയാണ്. ജീവിതത്തിൽ മറക്കാനൊക്കാത്ത ഒരു വ്യക്തിമുദ്ര. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം കൊടുക്കുന്നതായ മെസ്സേജ്, അദ്ദേഹം കൊടുക്കുന്നതായ ആ ജ്ഞാനം, ദൈവിക ജ്ഞാനം, ദൈവിക അറിവ്, അതിൻ്റെ ഒരു ചാതുര്യത തൻ്റെ സ്വന്തം വാക്കുകളിൽ കൂടെ കേൾക്കുവാൻ ഇതാ ഇപ്പോൾ ഒരവസരം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ അനേകം ഓർമ്മപ്പെടുത്തുന്നതായ തൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വാസ്തവമായി ദൈവം
അവരുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ദൈവം കൊടുത്ത ദാനങ്ങളായിരുന്നു അവരൊക്കെ എന്ന് ഉള്ള ഓർമ്മ നമുക്ക് തരികയാണ്. മനോഹരമായ വാക്കുകൾ, ഇൻപമേറിയ ആ ശബ്ദസ്വരം ഇന്നും അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ്. ജൂൺ മാസം 21-ാം തീയതി അടങ്ങിയതായ ആ ശബ്ദം, നിന്നുപോയതായ ശബ്ദം ഇന്നും വിശ്വാസത്താൽ അനേകരുടെ ഹൃദയങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിലയേറിയ ഒരു മനുഷ്യനുമായി പരിചയപ്പെടുവാനും കാണുവാനും തൻ്റെ സ്നേഹം പങ്കിടുവാനും താൻ ഭക്ഷിച്ചതിന് ശേഷം ബാക്കി വരുന്നത് എടുത്ത് കൂടെ നിൽക്കുന്നവർക്ക് കൊടുക്കുന്നതായ ആ വലിയ ഹൃദയം, ആ മനസ്സ്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് കിച്ചണിലേക്ക് അയക്കുകയല്ല, തൻ്റെ കൂടെ നിൽക്കുന്നവരോട് നീ ഭക്ഷിച്ചോ എന്ന് പറയുന്നതായ ആ സ്നേഹം. നീ കുളിച്ചോ, നീ ഉറങ്ങിയോ, നിനക്ക് ആരോഗ്യമുണ്ടോ, നിനക്ക് വസ്ത്രമുണ്ടോ എന്ന് ചോദിക്കുന്നതായ ആ അനുഭവം, അതുപോലെ ഒരു മനുഷ്യനെ ഇന്ന് നമുക്ക് ലഭിക്കില്ല. ഈ വേലയ്ക്ക് വന്നുപോയതായ വലിയൊരു നഷ്ടം അതാണെങ്കിലും ദൈവം പിൽക്കാലത്തും അനേകരുടെ ഹൃദയങ്ങൾ അങ്ങനെയാകുവാൻ ആഗ്രഹിക്കത്തക്ക ഒരു യജ്ഞത്തിലേക്ക് അല്പം നാളുകളെങ്കിലും അവരെ ഒടുമാറാക്കി എന്നുള്ളത് സത്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം മറന്ന് വേദനിപ്പിക്കുന്നതായ അനേക അനുഭവങ്ങൾ പലരിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും സ്നേഹബിന്ദുവായ അപ്പച്ചൻ്റെ ആ സ്നേഹം, വാക്കുകൾ, ആ കണ്ണുകൾ, ആ ചിരി, ആ പുഞ്ചിരി, ആ മുത്തം, ആ തലോടൻ, അതൊക്കെ ലഭിച്ച മനുഷ്യർക്ക് ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ നിലനിൽക്കുവാനും തരണം ചെയ്യുവാനും ഒരു പ്രത്യേക ബലവും കരുതലും നൽകുന്നതായിരുന്നു എന്ന ഒരു വാക്കോടുകൂടി എൻ്റെ വാക്കുകൾ തൽക്കാലം നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.